പെണ്ണേ, ദാണ്ട വരുന്നപ്പച്ചാ. ചേടാ എൻ്റെ വടിയെന്തിയേ? ആ, പൊടിപ്പെണ്ണിൻ്റെ പണിയാ. പൊടിപ്പെണ്ണെന്തിയേ? പൊടിപ്പെണ്ണേ, ഈ പൊടിപ്പെണ്ണെന്തിയേ? പൊടിപ്പെണ്ണേ, ഓ, കണ്ണ് തെറ്റിയാ മതി, എന്തെങ്കിലും അന്ധകരണം കാണിച്ചു കൂട്ടും. ഓ, പൊടിപ്പെണ്ണേ, പൊടിപ്പെണ്ണേ, പൊടിപ്പെണ്ണേ. പൊടിപ്പെണ്ണ് എന്തോയിനാ അപ്പച്ചാ? പിള്ളേർ മാങ്ങ പറിക്കാൻ തയ്പ്പ് കെട്ടാൻ എൻ്റെ വടിയെടുത്തുകൊണ്ട് പോയതാ. അത് മാവേലം കണ്ട് തങ്ങിപ്പോയതാ. പിള്ളേരെ കൊണ്ട് തോറ്റ്. ഓ, അത് ഇന്നാളല്ലായിരുന്നോ അപ്പച്ചാ? അതല്ലയോ ഞാൻ ചാത്തൻ പുലേനെയും കൊണ്ട് എടുപ്പിച്ചു വെച്ചേ. ആന്നോ? പിന്നെ എവിടെ പോയടിയത്? നീ ഞാൻ കാണാതെ പാത്തു വെച്ചായിരിക്കും അല്ലയോ? അതെന്തോയിനാ അപ്പച്ചാ ഞാൻ അപ്പച്ചന്റെ വടി പാത്തു വെക്കുന്നേ? അല്ലേ, അപ്പച്ചൻ ഇരുന്നേ. അപ്പച്ചന്റെ വടി അപ്പച്ചൻ കിടക്കുന്നിടത്ത് തന്നെ കാണും. ഉണ്ടാവും. ആ, ദേ ഇരിക്കുന്നു. ദേണ്ട പിടിച്ചോ അപ്പച്ചന്റെ വടി. ഈജിപ്തിലെ മക്കളുടെ നിലവിളി കർത്താവിൻ്റെ ചെവിയിലെത്തിയപ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ വെച്ച് മോശയോട് ഈജിപ്തുകാരെ മോചിപ്പിക്കാൻ അരുളി ചെയ്തു. ഒന്നിനും കൊള്ളാത്ത നാലാളിൻ്റെ മുമ്പിൽ ചെന്നൊരു വാക്കുച്ചരിക്കാൻ കഴിയാത്ത മോശയെ കർത്താവ് ശക്തിപ്പെടുത്തി. ഹെബ്രോയരുടെ ദൈവം മോശയോട് പറഞ്ഞു, നീ പോക, ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കി തീർത്തിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹറോൻ നിന്റെ പ്രവാചകനായിരിക്കും. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും കർത്താവിന് സാക്ഷ്യമായി അവന് ദൈവം കൊടുത്തത് ഒരു വടിയാ. ഫറോവയുടെ മുന്നിൽ കർത്താവ് കൽപ്പിച്ച പ്രകാരം അഹറോൻ മോശയുടെ വടിയെടുത്തിട്ടു. അത് സർപ്പമായി തീർന്നു. പക്ഷേ കർത്താവ് ഫറവയെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കഠിനഹൃദയനാക്കി. ഫറവയുടെ മന്ത്രവാദികൾ മന്ത്രശക്തിയാൽ അവരുടെ വടികളെല്ലാം സർപ്പങ്ങളാക്കി മാറ്റി. പക്ഷേ മോശയുടെ വടി അവരുടെ വടികളെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ആ, മെല്ലെ മെല്ലെ. അപ്പച്ചൻ എള്ളുപറമ്പിലോട്ട് തവണ ഉണ്ണാൻ പോകുവാന്നോ?
നീ ചാത്തമ്പുലേൻ്റെ മോനല്ലേടാ? ആന്നേ. നിന്നെ ഒന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല ഇപ്പോഴ്. ആട്ടെ, നീ കിളയ്ക്കാൻ വന്നതാണോ? അല്ലേ, വലിയ കണ്ടത്തിലെ വരമ്പ് കോരി വയ്ക്കാനെ കൊണ്ട് തൂമ്പ വായ്പയ്ക്കെടുത്തായിരുന്നു, അത് കൊണ്ടുവന്നതാന്നേ. പെണ്ണേ, ആ വേണ്ട തൂമ്പ കൊണ്ടുവന്നു. ആ ആ. അതാ എരുത്തില്ല വാരിക്ക് വെച്ചേരെ. അല്ലേ, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. ഒരാള് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും നോക്കിയും വെച്ച് കണിയും കൊണ്ട് വന്നാണോ നീ തൂമ്പായം കൊണ്ട്? കൊള്ളാമല്ലോ. നീ ആ തൂമ്പായം വെച്ചേച്ച് വടക്കേ പുറത്തോട്ട് വാ. ഇച്ചിരി രാവിലെ നനച്ചിരിപ്പുണ്ട്. വേല വല്ലതും നടക്കുമോ? പിന്നെ ജയബാലയുടെ കൈക്ക് പിടിച്ചേച്ച് നസീറിൻ്റെ ഒരു ഡയലോഗുണ്ട്: ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിർത്താലും എനിക്ക് നിന്നെ വേണം. നീ മറ്റൊരാളുടെ ഭാര്യയാണ് എന്നതുകൊണ്ട് എൻ്റെ പ്രണയത്തിന് അർത്ഥമില്ലാതെ വരുമോ എന്ന്. എന്നിട്ട് അവരാനെ സത്യൻ അറിഞ്ഞില്ലയോ വിവരം? പിന്നെ അറിഞ്ഞാൽ എന്ത് എടുക്കുമെന്നാ? അവൾക്ക് ഇഷ്ടമുണ്ടേ. അവൾ നസീറിൻ്റെ കൂടെ പോകുന്നതിന് എന്തുവാ കുഴപ്പം? അവർ ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ചതല്ലയോ? അന്നേ ഉള്ള ഇഷ്ടമാ. അത് ശരി, ഇപ്പോഴല്ലയോ മനസ്സിലായേ? എടാ, നീ ആ കരിമ്പൂച്ച. ഇവൻ ചെരുവിലെ കുഞ്ഞപ്പച്ചേൻ്റെ പെരക്ക് ചുറ്റും വട്ടം ചുറ്റുന്നതേ അമ്മിണിയെ കൈക്ക് പിടിച്ചോണ്ട് പോരാനല്ലയോ? ഒന്നിച്ച് കളിച്ച് വളർന്നതാ ഇവനും അമ്മിണി. അല്ലേ, അവിടെ പോയി നസീർ കളിച്ച കുഞ്ഞപ്പിച്ചാൻ കൈതക്കാലം വെട്ടി ഓടിക്കുമേ. ദേണ്ടേ കുഞ്ഞാനുപ്പാപ്പൈ ചിരിക്കുന്ന കണ്ടാലേ മൂപ്പിലാ വല്ല നെരുപ്പുകേടും വിളിച്ചു പറയും. ഓ, എന്താ പറയാനാ, പുള്ളിക്കാരൻ വേദോത്വത്തിൽ നിന്ന് 2 കഥ പറയും. പിന്നെ അത് കേട്ടോണ്ട് പോകേണ്ട പണി നമ്മുടേതാവും. എള്ളു വരുമ്പത്തോട്ടാ മൂപ്പില് ഓരോ ദിവസവും ഓരോ മക്കളുടെ വീട്ടിൽ നിന്നാ ശാപ്പാട് അടിക്കുന്നേ. തവണ ഉണ്ണാനുള്ള പോക്കാണെന്ന് തോന്നുന്നു. ആ മാത്തിക്കുട്ടിച്ചായനെയും ദീനമ്മ കുഞ്ഞമ്മയെ സമ്മതിക്കണം. അവരെ പറയിപ്പിക്കാനാ ഈ പുറപ്പാട്. അല്ലേ വയസ്സാങ്കാലത്ത് ഇറങ്ങി നടക്കുവോ? എങ്ങോട്ടാ? വയ്യാത്ത കാലത്ത് വടിയും കുത്തിപ്പിടിച്ച് എങ്ങോട്ടാന്ന്? നീ എവിടുത്തെയാ? ഞാൻ പുത്തമ്പരയിലെയാ. അല്ലേ, പിലിപ്പച്ചായൻ പറഞ്ഞല്ലയോ അച്ചാൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ. പിന്നെ എന്തോ ആ വഴി കൂടെ നടക്കുന്നേന്ന്. പുത്തമ്പരയിലെയോ? പുത്തമ്പരയിലെ ആരുടെ മോനാ? പുത്തമ്പരയിലെ മാത്തൻ്റെ. ഇറച്ചി വെട്ടുകാരൻ മാത്തൻ്റെയോ? ആന്നു, ഇറച്ചി വിട്ടാലും മാത്തൻ്റെയാ. അതിനെന്തോ വേണം? അറവുകാരൻ്റെ മോനെ, നീ എന്നോട് കയറി തീക്ക് ചോദിക്കാറായോടാ? നിന്റെ കത്തിക്ക് മൂർച്ച കൂടുതലാണെങ്കിലേ വഴിയെ പോകുന്നവരെ ചെറിക്കാൻ വരല്ലേ? നിന്റെ അപ്പം മാത്രം പോയി ചെറിച്ചോട് എമ്പോക്കി. ഇത് ഊന്നി നടക്കാൻ മാത്രമുള്ളതല്ലടാ, തലവണ്ടി അടിച്ച് ഞാൻ കയറും. പറഞ്ഞേ, എന്നോടാരും ചോദിക്കില്ല. കൂട്ടിച്ചായ പിള്ളേർക്ക് വിവരം കുറവാ, അല്ലാതിപ്പോ എന്തോ പറയാനാ? വേടല ചെറുക്കൻ, നിന്റെ അപ്പൻ എന്നോട് ഇന്നേക്കാലം മുഖത്ത് നോക്കി വർത്താനം പറഞ്ഞിട്ടില്ലടാ. മുളയ്ക്കുള്ള മൂപ്പിയിൽ വാട്ടി തന്നെ തീർക്കണേ. തലയെ കയറിയിട്ട് നിരങ്ങും. കുഞ്ഞേന മാപ്പിള പറയുന്നത് ശരിയാ. ഡാ, ഒന്നുമില്ലേലും നിന്റെ അപ്പൻ്റെ പ്രായമുണ്ട് ഇങ്ങേർക്ക്. അതുമല്ല കൊച്ചിരാമച്ചാരെ, കുഞ്ഞേനെ മാപ്പിളയുടെ മോൻ കാലായിലെ പിലിപ്പോസ ഇവനെ കൊണ്ട് ഇക്കാണെന്ന് നിലയിലാക്കിയേ. ഇപ്പം അടിച്ചേലെ കൊടുത്തപ്പോഴേ അവന്റെ എന്റെ കുളറ് തീർന്നില്ല. പോയി കളിക്കടാ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ കോഴിക്ക് വാരിയിട്ട് കൊടുക്കാനാന്നേ എന്തോത്തിനാടി നീ പറ്റു കോരിയിടുന്നേ? ഇത്രയും കാലം ഉരുള പിടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല 2 പറ്റ അകത്തിയല്ലെന്ന്. താമസിച്ചു പോയമ്മച്ചി.
വല്യപ്പച്ച ഉണ്ണാൻ വരുമല്ലോ എന്ന് കരുതി കാത്തിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചോറ് വിളമ്പിക്കൊടുത്തേച്ച് പോവാലോ എന്ന് കരുതി. അതാ ഇപ്പൊ പറ്റേ. അല്ലേലും നിനക്ക് അതേ ഉള്ളു പണി. എല്ലാരെയും ഊട്ടണം. ഊട്ടി വെച്ച് നോക്കിയാൽ നിനക്കുള്ളത് കാണത്തുമില്ല. അല്ല, അതിനിപ്പം നിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാഴ്ചത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബർമീസ് പ്രസിഡന്റ് ജനറൽ നെവിൻ ഇന്ന് ന്യൂഡൽഹിയിൽ എത്തിച്ചേരും. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന ജനറൽ നെവിനെ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ VV ഗിരിയും ശ്രീമതി കുഞ്ഞുമറിയേ ദീ ആ ഇവളില്ലേ ഇവിടെ? എന്തുവാ? ഇതെടുത്ത് അകത്തേക്ക് വെച്ചേക്ക്. ആ കടയപ്പറമ്പിലെ തോപ്പി തേങ്ങായിടിയിലായിരുന്നു. ഞാൻ കുരുമ്പോലിലെ സാംകുട്ടിയെ കാണാൻ പോയിച്ചു, അതുവഴിയാ വന്നേ. അപ്പം കൊച്ചനപ്പനുണ്ട് കടയപ്പറമ്പില് പെരേടത്ത് നിൽക്കുന്നു. ഞാനിങ്ങി വിട്ടു പോന്നയാ. ആ അത് ശരി, നീ ഇറങ്ങിയോ? പിന്നെ അവക്ക് പള്ളിക്കൂടത്തിൽ പോകണ്ടായോ? മണി 1 കഴിഞ്ഞില്ലയോ? മോള് പൊയ്ക്കോ മോളെ. ആ നെല്ല്. പിന്നെ 13-ാം തീയതിയാ പണയത്തിൻ്റെ കാശടയ്ക്കേണ്ടിന്നേ. എല്ലാം കൂടെ മൊത്തം 10-20 രൂപ വേണ്ടി വരുമേ, ഓർത്തോണം. അടച്ചില്ലേ പിന്നെ പിഴപ്പണം കെട്ടേണ്ടി വരും, അതാ. ആ എവിടെ നിർത്തിയേ? ഞാൻ കടയപ്പറമ്പിൽ പെരേടം കഴിഞ്ഞപ്പോഴുണ്ട് ഇറമ്പത്ത് നിന്ന് കൊച്ചനപ്പം വിളിക്കുന്നു. അങ്ങോട്ട് ചെന്നപ്പോഴുണ്ട് ഈ തേങ്ങ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞ് ആണ്ട കീ വലിച്ചാ കൊണ്ടുപോയിക്കോന്ന്. ആ ഞാനും വിചാരിച്ച് കൊച്ചനപ്പന് നമുക്കും തരേണ്ട ഒരു കടപ്പാടുണ്ടെന്ന്. പണ്ട് ഞാനും അപ്പനും ചില്ലറയാന്നോ അവന് വേണ്ടി ചെയ്തേ. പണ്ട് ആ കൃഷ്ണപുരത്തൊരു ചൗണ്ട നായരുണ്ടായിരുന്നല്ലോ. എന്തുവായിരുന്നു അയാളുടെ പേര്? ആ അനന്തൻ നായർ. അയാളുടെ കയ്യിൽ നിന്ന് പെരേടം പിടിക്കാൻ ഞാനും അപ്പനും ആ മുമ്പിൽ നിന്ന്. ഓ, നമ്മളോടുള്ള കടപ്പാടിന്റെ കണക്കേ അറിയത്തുള്ളൂ. നമുക്കുള്ള കടപ്പാട് അറിയാത്ത എന്താ? നീ എന്തുവാ പറഞ്ഞേ? പറയുന്ന തെറ്റ് കണ്ടാ മതി. കുഞ്ഞുങ്ങളുടെ കടപ്പാട് പറഞ്ഞോണ്ടിരുന്നു. അവരോടെ നമുക്കും ഉണ്ട് കടപ്പാടും ചെയ്തിയൊക്കെ. ഞാൻ പിന്നെ എന്തോ ചെയ്യണമെന്നാ? എന്നോടാന്നോ ചോദിക്കുന്നേ? പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചെലവുകായി വാങ്ങുന്നത് കൊള്ളാം. പിഴയ്ക്കാൻ നിവർത്തിയില്ലാത്തോണ്ടാന്ന് പറയാം. എന്നാ ഒറ്റയ്ക്കും പലിശയ്ക്കും എല്ലാം ആയാലോ? ദേ വായടച്ച് വല്ലയിടത്ത് ഇരുന്നോണം. അല്ലേ എല്ലാം കൂടെ ഞാൻ പഴച്ച് കുടിച്ചേക്കില്ലയോ? എല്ലാം അവരുടെ ആവശ്യം തന്നെ. ആ പിന്നെ അവരുടെ ആവശ്യം. കഴിവേറികള്, പിശാചിന്റെ സന്തതികള്. വല്യപ്പച്ച, ഇത് ഞാനാ വല്യപ്പച്ച, കുട്ടിയമ്മ.
ആ മനസ്സിലായിടി. കണ്ണു പറ്റത്തില്ലേലും വാദ്യാരു പെണ്ണിന്റെ ശബ്ദം എനിക്ക് അറിയത്തില്ലയോ. കീവർ ഇതില്ലൂടി അവിടെ. ഉണ്ടോ വല്യപ്പച്ച, ഞാൻ ഇറങ്ങുമ്പോഴാ വന്നേ. നീ പള്ളിക്കൂടത്തിൽ പോവാന്നോ? ആന്നു. ഞാൻ വല്യപ്പച്ചൻ വരുന്നേം കാത്തിരുന്നു ചോറ് വിളമ്പിത്തരാൻ. പിന്നെ സമയം വൈകിയപ്പോഴാ ഇറങ്ങിയ. അപ്പം നിനക്കറിയായിരുന്നു തവണ നിങ്ങടങ്ങാന്നല്ലയോ? തവണയോ? അല്ലേ, പെണ്ണ് ചിരിക്കുവാന്നു. വല്യപ്പച്ചനോട് വീട്ടിൽ വന്ന് താമസിക്കാൻ ഞാൻ എന്നോട്ടെ പറയുന്നു. വല്ലപ്പോഴും വരുന്നതല്ലോടി ഒരു രസം. എന്നാലല്ലേ നീ തവണയുടെ ദിവസം എണ്ണി കാത്തിരിക്കത്തുള്ളൂ. നീ ഇങ്ങ് അടുത്ത് വന്നേ. നിന്റെ കയ്യെ ഞാനൊന്ന് പിടിക്കട്ടെ. എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലം. എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു. കുഴിമുയൽ കെൽപ്പില്ലാത്ത ഒരു കൂട്ടം. എങ്കിലും അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു. വല്യപ്പച്ചൻ എന്തുവാ പറഞ്ഞേ? ഓ, എന്തുവാ പറയാൻ. കണ്ണിന്റെ പിടിപ്പേട് നമുക്ക് ആശുപത്രി കൊണ്ട് കാണിച്ചാലോ? എണ്ണ പറ്റിയ വിളക്കിൻ്റെ തിരി നീട്ടിയ അത് കെട്ടുപോകും കൊച്ചേ. കയ്യിലുള്ള കായ് സൂക്ഷിച്ചു വയ്ക്കേ. നിനക്ക് എങ്ങാണ്ടുന്നൊരാലോചന വന്നെന്ന് പറഞ്ഞാറേ, എന്തായി? താഴെ ചെരുവിലെ കുഞ്ഞപ്പിയാവെന്ന് പറഞ്ഞ് അവൻ പിന്നൊന്നും പറഞ്ഞു കേട്ടില്ല. എനിക്കൊന്നും അറിയാൻ വയ്യ വല്യപ്പച്ച. മറ്റാർക്കേലും കൂടെ അങ്ങനെ വിചാരം ഉണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ. വിചാരം ഇല്ലയോ? അതെന്തവാ പെണ്ണെ നീ അങ്ങനെ പറയുന്നേ? പെണ്ണേ, എന്തോ പോ, നിന്ന് കരയാതെ പോ. തന്നെത്താ മറന്ന് വീടിനെ സഹായിക്കാൻ നോക്കിയ അനുഭവം എനിക്ക് കിട്ടി. അപ്പച്ചനൊന്നു മാത്രം മതി, മാസത്തോറുള്ള ശമ്പളം. ഞാൻ എങ്ങനെ ജീവിച്ചാലും ഒന്നുമില്ല.